ഓക്കെ. ഹലോ ഗായ്സ്, നമ്മൾ വിജയ് അണ്ണൻ്റെ ഗോട്ട് കാണാൻ വന്നിരിക്കുകയാണ്. അപ്പം അതിൻ്റെ ഒരു ക്ഷീണത്തിലാണ്. പടം കൊള്ളാം, കഥ അടിപൊളിയായിട്ടുണ്ട്, നല്ല സ്റ്റോറി ലൈനാണ്. എനിക്ക് പടം പക്കയായിട്ട് തോന്നി. പക്ഷേ ക്ലൈമാക്സിലെ മറ്റേ എൻ ക്രെഡിറ്റ്സ് വന്നപ്പോൾ പടത്തിൻ്റെ എല്ലാം അങ്ങനെ നഷ്ടപ്പെട്ട്. പിന്നെ ഒന്നത്തെ കാര്യം എന്താണ്, നമ്മുടെ മേട്ടൻ ജയറാമേട്ടൻ പുള്ളി നല്ല കിടിലൻ വേഷമാണ് ചെയ്തേക്കണം. പ്രഭുദേവ നല്ല കിടിലൻ വേഷമാണ് ചെയ്തേക്കണം. പിന്നെ പ്രശാന്ത് കിടിലൻ വേഷമാണ് ചെയ്തേക്കണം. ഈ സിനിമ അത്ര വിചാരിച്ചത്ര ഷോകോട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. പക്ഷേ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ കുറേ വെങ്കട്ട് പ്രഭുവിൻ്റെ കുറേ അലമ്പ് സാധനങ്ങൾ ഇതിനകത്ത് കുത്തിക്കയറ്റി. പിന്നെ എന്താണ്, സെക്കൻഡ് പാർട്ട് പ്രതീക്ഷകൾ തന്നതാണ് സിനിമയുടെ ഏറ്റവും വലിയൊരിത്. ആ ഒരു സീനിൽ തന്നെ തീർത്ത് കഴിഞ്ഞാൽ അത്രയും നല്ലതായിരുന്നു. പിന്നെ ഇത് വിജയുടെ ഒരു കരിയറിൽ പുള്ളി ചെയ്യാത്തൊരു വ്യത്യസ്തമായ ഒരു വേഷമായിട്ട് തോന്നി. മാറ്റിപ്പിടിക്കാൻ നോക്കിയിട്ടുണ്ട്, പക്ഷേ മാറ്റിപ്പിടിക്കുമ്പോഴും പുള്ളിയുടേതായ പണ്ടത്തെ ടൈപ്പ് സംഭവങ്ങളൊക്കെ കൂടുതൽ വന്നിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബബിൾ കൊറിയലും ഈ സ്ലോ മോഷനും നടത്തും. പിന്നെ ക്യൂട്ട്നെസ് കാണിക്കൽ, കൊലവറി ഫാൻസിന് വേണ്ടിയാണ് ക്യൂട്ട്നെസ് കാണിക്കൽ. പിന്നെ അതിനകത്ത് എന്താണ് എനിക്ക് തോന്നിയൊരു കാര്യം, മറ്റേ രജനീകാന്തിൻ്റെ ജയിലർ സിനിമ കണ്ടിട്ടില്ലേ, മകൻ സീനായി കഴിയുമ്പോൾ ആ ഒരു പാറ്റേൺ കഥയായിട്ട് എനിക്ക് തോന്നി. അത് ട്വിസ്റ്റാണല്ലേ പറഞ്ഞു? അല്ല, അത് ഇന്റർവ്യൂലൊക്കെ പറഞ്ഞാണ് നെഗറ്റീവ് ഷെയ്ഡാണെന്ന് പറഞ്ഞു. പക്ഷെ ഇത്ര അലമ്പ് നെഗറ്റീവ് ഷെയ്ഡാണെന്ന് ഞാൻ വിചാരിച്ചില്ല ഇത്ര. കാരണം ഈ സിനിമക്ക് എന്താണ്, സാധാരണ സിനിമകളിൽ മകനെ പറഞ്ഞ് തിരുത്തി നല്ലവനാക്കാറാ മതി. പക്ഷെ ഇത് അതിനുള്ളൊരു സ്കോപ്പ് ഇല്ലാത്തൊരവസ്ഥയിൽ പോയി വേറെ. പിന്നെ അവസാനം ക്ലൈമാക്സിൽ എന്താണ്, തലധോനിനെ കൊണ്ടുവന്നിട്ടുണ്ട്. എന്തിനാണാവും? ടോട്ടൽ പടം ഒരു പ്രാവശ്യം കണ്ടിരിക്കാനുള്ള ഉണ്ട്. പിന്നെ തിയേറ്ററിൽ ഞങ്ങൾ 160 രൂപ 160 ഫ്രണ്ട് സീറ്റ് എടുത്തത്. എന്നിട്ട് പിന്നെ 300 സീറ്റിൽ സുഖിച്ചിരുന്നു. അത് മാത്രം മിച്ചാണ്. കാരണം നമ്മൾ റിവ്യൂ കണ്ടതാണ്, കടഞ്ഞ് പൈസ കളയണ്ടെന്ന് വിചാരിച്ച് പിന്നെ അങ്ങനെ കയറിയതാണ്. പിന്നെ എന്താണ്, ഒരു ഓളം ഉണ്ടാകുന്നില്ല. സാധാരണ വിജയ് സിനിമകളൊക്കെ രണ്ടാമത്തെ ദിവസം ടിക്കറ്റ് കിട്ടൂല. ഇതിപ്പോൾ എങ്ങനെയാണെന്നറിയില്ല. ഇന്ന് വന്നിട്ട് എന്താ ആരും ഇല്ലായിരുന്നില്ലേ. ഒരു അപ്പം ക്ലൈമാക്സ് ആയി കഴിഞ്ഞപ്പോൾ ഫോണും കുത്തിരിക്കണം. പിന്നെ ഞങ്ങൾ ഇൻട്രോയിൽ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് കയറിയത്. ഓടിപ്പിടിച്ചൊന്നും കയറാന്നില്ല, കാരണം പ്രത്യേകിച്ച് സിനിമയിലൊന്നും ട്വിസ്റ്റ് ഉണ്ടാവില്ലെന്ന് വിചാരിച്ചു. പിന്നെ അതിനകത്ത് ട്വിസ്റ്റ് എന്ന് പറയാനായിട്ട് മറ്റേ കഴുത്ത് മുറിക്കണ സീനിലുള്ള ട്വിസ്റ്റ്, അങ്ങനെയൊന്നും പറഞ്ഞൂടാ. ട്വിസ്റ്റ് ആളാണെന്ന് പറഞ്ഞിട്ടില്ല. കഴുത്ത് മുറിക്കണ ട്വിസ്റ്റ് കൊള്ളായിരുന്നു, അത് ഒട്ടും പ്രതീക്ഷിച്ചില്ല. പിന്നെ മേട്ടൻ ഫാൻസിന് ഭയങ്കര ഒരു ഇല്ലേ മേട്ടൻ. പിന്നെ അവിടെ മരിച്ചുപോയ വിജയകാന്തിനെ കൊണ്ടുവന്നിട്ട് എന്താ പറയാ, വേണ്ടായിരുന്നു. ഒന്നാമത്തെ കാര്യമില്ലേ, ഈ AI ടെക്നോളജി ഇതുവരെ നമ്മുടെ ഇന്ത്യക്കാർ മര്യാദക്ക് ചെയ്യാൻ പറ്റില്ല. ഈ റീൽസിലുള്ളവരൊക്കെ നല്ല പക്കയായിട്ട് AI ചെയ്യുമ്പോൾ ഈ സിനിമയിൽ മാത്രം എന്താണ് ഇത്ര ഗതികേടെന്നാണ് ഞാൻ ആലോചിക്കണം. AI ആണെന്ന് മനസ്സിലാവും. ഇല്ലേ, ഒരു പണ്ടത്തെ മറ്റേ ഒരു 2000 കാലഘട്ടങ്ങളിലൊക്കെ മറ്റേ ഈ വീഡിയോസൊക്കെ ഇറങ്ങുമല്ലോ, മറ്റേ ടൈപ്പ് വീഡിയോസ് ഇറങ്ങുമ്പോൾ അവരതിൻ്റെ പെർഫെക്റ്റ് ആയിട്ട് ഒറിജിനലാണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന് കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതിയിലായിരിക്കും അവർ മറ്റേ മോർഫിങ് ചെയ്യണം. പക്ഷെ ഇത്രയും ടെക്നോളജി അഡ്വാൻസ് ആയിട്ടും ഇതിന് മാത്രം ഭയങ്കര ദാരിദ്ര്യമാണ് നമ്മുടെ നാട്ടിൽ അല്ലേ. ഇതിനൊക്കെ എന്താ പറയാനുള്ളത്? എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. സിനിമ കണ്ട വിജയ് പടം കണ്ട ഒരു ഫീലില്ല. കാരണം പുള്ളി പൊളിറ്റിക്സിലോട്ട് പോകണ ഒരു നല്ല പടം കണ്ടിട്ട് ഇല്ലേ പോകാൻ വേണ്ടി മറ്റേ പുള്ളി എന്തോ ഒരു നേർച്ച നടത്തുന്നുണ്ട്, ഒരു ഹിറ്റ് കൊടുക്കും പിന്നെ എല്ലാ ഹിറ്റ് പടങ്ങളും ചെയ്തത്. പുള്ളി ഒരു രജനി പാറ്റേൺ ആണ് പിടിക്കണമെന്ന് തോന്നുന്നത്. കാരണം രജനീകാന്ത് ഇപ്പൊ ജയിലറിൽ ഇപ്പൊ അങ്ങനത്തെ അച്ഛൻ്റെ ഒരു ഗൗരവമുള്ളൊരു വേഷം ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നീട് വിജയ് കാണുന്ന അങ്ങനത്തെ ഒരു വിജയ്. ഇപ്പൊ കാലിറങ്ങിയ ശേഷമാണ് മറ്റേ ബിഗിൽ ഇറങ്ങണം. കാലയിലുള്ള അതേ കോസ്റ്റ്യൂമൊക്കെ വെച്ച് പിന്നെ ബിഗിൽ ആ ഒരു രജനി സാറിൻ്റെ ഒരു പാറ്റേൺ ഫോളോ ചെയ്ത് പോണ ഒരു ആക്ടറായിട്ട് എനിക്ക് തോന്നി പുള്ളി ഇല്ലേ.
അതല്ലടാ കൊലോറി ഫാൻസ് ഒന്നും ഇല്ലല്ലോ. ഫാൻസ് ഇല്ല, അതാ നോക്കിയത്. ഉണ്ടെങ്കിൽ തല്ലിയിട്ടും പോകാം. മറ്റേ വേറൊരുത്തരുണ്ടല്ലോ മിഥുൻ, വിജയൻ കൈ മുറിഞ്ഞപ്പോ കരഞ്ഞൊരു സത്യം. അയ്യോ അതിനെക്കൊന്നും പറയരുത്. മറ്റേ ഉണ്ണിക്കണ്ണൻ ചാകാൻ പോണേന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് ഷോക്ക് ടിക്കറ്റ് കിട്ടിയില്ലെന്നും പറഞ്ഞു ഓടേ മറ്റേ ഫ്ലെക്സും തൂക്കി നടക്കൂല. മനസ്സിലായി, സംഗതി മനസ്സിലായി. പിന്നെ അല്ല ആറാട്ടണ്ണിന് അലിൻ ജോസ് പെരേരൊക്കെ മറ്റേ കേസുകാരനൊക്കെ ഒന്ന് ഉദ്ദേശിക്കണം. ജയസൂര്യൊക്കെ പൈസ ഉള്ളതുകൊണ്ട് പുള്ളി നമ്മുടെ വിഷയത്തിൽ തന്നെ പറഞ്ഞു. സോറി ആട് 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 ഞാനേ പെട്ടെന്ന് അല്ല ഇപ്പോഴത്തെ മലയാള സിനിമയുടെ അവസ്ഥ പറഞ്ഞാണ്. അതെ അതും കൂടെ പറഞ്ഞു പോകണല്ലോ അതൊക്കെ. പിന്നെ എന്താണ് വേണ്ടാത്ത രീതിയിലുള്ള ക്യാമിയോ ഉണ്ട്. ശിവകാർത്തികേയൻ, തൃഷ, എന്തിനാണോ ഇത് തന്നെ പുള്ളി മാനാടെന്ന് പറഞ്ഞ സിനിമയിൽ നല്ലോണം സ്ക്രിപ്റ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൽ ചെയ്യാൻ സമയം കിട്ടിയിട്ടില്ല. പിന്നെ ഒന്നാമത്തെ കാര്യം എനിക്ക് തോന്നുന്നു ഷൂട്ടിങ് വരെ നടത്താൻ പറ്റില്ല. വിജയ്ക്ക് കൊടി ഉയർത്താൻ പോകാനായിട്ട് ധൃതി പിടിച്ച് മുട്ടിയിരുന്നതുകൊണ്ട് പെട്ടെന്ന് സിനിമ ഷൂട്ടിങ് നിർത്തിയ തട്ടിക്കൂട്ടി എടുത്ത പോലെ ഉണ്ടായിരുന്നു. അധികം പ്ലാൻ ചെയ്തോ അങ്ങനെ ഒന്നും എടുക്കാൻ പുള്ളി എന്ന് വെച്ച് കഴിഞ്ഞാൽ രാഷ്ട്രീയത്തിലോട്ട് ഇറങ്ങാൻ വേണ്ടി മുട്ടിയിരിക്കണ സമയം കൊണ്ടാണ്. പിന്നെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡിന് പറ്റിയൊരു കഥയൊന്നുമല്ല. ഇപ്പോഴത്തെ സിനിമകളൊക്കെ പിടിച്ചിരിക്കാൻ പറ്റില്ല. അതിന് പണ്ടത്തെ ഈ സാധനം ഇതും കൊണ്ടിട്ട് ഇനി ഒരു ഇമ്പാക്റ്റും ഇല്ല. ഇപ്പൊ ലിയോയിലെടുത്തിട്ട് ഒരു കാര്യമില്ല. അത് ലോകേഷിൻ്റെ ഒരു സൈഡ് കഴിഞ്ഞ് വിജയുടെ ഒരു പണ്ടത്തെ ക്യൂട്ട്നെസ്സും മറ്റേ സ്റ്റൈലൊക്കെ കാണിക്കാൻ വന്നതിനാൽ നാട്ടുകാരെടുത്തിട്ട് മറ്റേ ആട്ടറുണ്ട് നല്ലോണം. അപ്പോൾ അത് തന്നെയാണ് ഈ സിനിമ. എനിക്ക് ഞാൻ പറയട്ടെ, എനിക്ക് ഇതൊരു കുടുംബചിത്രമൊക്കെ എടുത്തിരുന്നെങ്കിൽ കുറച്ചും കൂടി തുടങ്ങിയപ്പോൾ കൊച്ചിനെ കാണാൻ അപ്പം അതിൻ്റെ വിഷയം പുള്ളിയുടെ അഭിനയത്തിന് പ്രാധാന്യം കൊടുക്കുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തതിനാണല്ലോ കണ്ടിരിക്കും അടിപൊളിയാണ്. അതൊക്കെ കട്ട് എൻഗേജിങ് ആയിരുന്നില്ല. മറ്റേ മറ്റേ കൊച്ചിനെ കാണാമെന്ന് പിന്നെ മകനാണെന്ന് തിരിച്ചറിയുന്ന പുള്ളിയുടെ അഭിനയത്തിൻ്റെ സംഭവമൊക്കെ പക്കയായിട്ടുണ്ട്. പിന്നെ ഇത് കഴിഞ്ഞ് ക്യൂട്ട്നെസ് ഓവർലോഡ് മറ്റേ ഇല്ലേ, അതൊക്കെയാണ് പ്രശ്നം. പിന്നെ പ്രഭുദേവൊക്കെ എന്ത് സംഭവിച്ചു? ഗണ്ണ് വെച്ചിട്ടൊരു 6 അടിക്കണ മാത്രമേ ഞാൻ കണ്ടുള്ളൂ. ആളില്ല പോയി കാണും. വിജയ് ഫാൻസ് എന്ന് പറഞ്ഞ് ചാകണന്മാരൊന്നും കാണാനില്ല ഇതില്. കാരണം ഇത്ര ഉള്ളു ഫാൻസൊക്കെ. ഇതിനെക്കാളും ബെസ്റ്റ് പടം ഞാൻ പറഞ്ഞുതരാം, തങ്കളാനില്ലേ വിക്രമിന്റെ സിനിമ പോയി കാണാം. അതൊക്കെയാണ് വിജയിപ്പിക്കേണ്ട പടം. അപ്പം അങ്ങനത്തെ സിനിമകളൊക്കെ ആളുകൾ കാണാതെ ഇതേപോലുള്ള മറ്റേ വെറുതെ എന്തെന്നാ ഫാൻ, ഇതാണ് ഫാൻ ബോയ് പടം. ഇതാണ് ഫാൻ ബോയ് പടം. വാങ്ങാത്തൊരു പടം. പുള്ളി വയസ്സായ ക്യാരക്ടറൊക്കെ ചെയ്തൊക്കെ അടിപൊളിയാണ്. പിന്നെ ഒരു സംഭവം ഉണ്ട്, വിജയണ്ണനും വയസ്സായാലും നമ്മുടെ മേട്ടന് വയസ്സായില്ല. അതെ സത്യം. അത് ഇഡൻ ഡീറ്റെയിലിംഗ് ആണ്. അത് ആരും ശ്രദ്ധിക്കാത്ത രീതിയിൽ പുള്ളി അത് കൺവേ ചെയ്ത്. അതെന്താണെന്ന് ശരിക്കും പറഞ്ഞാൽ പുള്ളി ആ മേക്കപ്പൊക്കെ ലാഭിച്ചുകൊണ്ടാണ് സിനിമ ഇത്രയും ബഡ്ജറ്റ് തീർത്തേന്ന് തോന്നുന്നത്. സത്യം. അതുകൊണ്ട് VFX ഒക്കെ കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാനും മേട്ടനും ദളപതിയും കൂടി രണ്ടുപേരും കൂടി മറ്റേ പക്ഷെ മേട്ടന് ഇട്ടിക്കൊണ്ട് ഒരു ഗ്യാപ്പ് കിട്ടുമ്പോ ഒന്ന് ക്ലിയർ എന്നിട്ട് തിരിച്ചു മേട്ടൻ പൈര് ഞാനൊന്ന്. പിന്നെ പുള്ളിയുണ്ട് ഇതിനകത്ത് ഹാക്ക് ചെയ്യണവരൊക്കെ ഉണ്ടല്ലോ, അത് ഞാൻ ഇതേപോലെ ഇങ്ങനെ ടേബിളിൽ വന്നിട്ട് എല്ലാരും ഇങ്ങനെ സംഗമിച്ചിരിക്കും. മറ്റേ 10ാം ക്ലാസ് കോപ്പി അടിക്കൂല ഇതിങ്ങനെ പേപ്പർ എടുത്ത് ഇങ്ങനെ ഹാക്ക് ചെയ്യും. ഇപ്പൊ ഇവിടെ നിന്ന് കമ്പ്യൂട്ടറിൽ അങ്ങോട്ട് വെക്കും. ആണല്ലേ നീ അങ്ങനെ ഞാൻ എങ്ങനെ ഇതേപോലെ ടേബിൾ എടുത്ത് പുറകിരുന്നായിരിക്കും അവനിരിക്കണം. ഈ മണ്ടം കാണൂല, ഇവന് ഇവിടത്തെ ഹാക്കറാണ്. അതൊരു ഹാക്കറിന്റെ കമ്പ്യൂട്ടറാണ് ഹാക്ക് ചെയ്യണം, മനസ്സിലായി? ഇതിന് മറ്റേ ഫ്ലാഷ് ബാക്ക് ഉണ്ട്, ഏതൊരു മറ്റേ ശത്രുവിന്റെ. അതെ അതെ, ജയറാമേട്ടൻ പഠിപ്പിച്ചു കൊടുത്താണ് ഹാർഡ് കോർ വൈറസ്. സത്യം സത്യം. 6 മാസത്തെ കമ്പ്യൂട്ടർ കോഴ്സ് പഠിക്കാൻ പോയാ. അതെ അതെ, ഇത് മറ്റേ സീനാണ്. അപ്പന്റെ വൈഫൈ പാസ്വേഡ് അടിച്ചു കൊടുത്തപ്പോ ഹാക്കറായ സീൻ. ആ സീനാണ്. പഴം വീട്ടിൽ പഴംപുരി മേടിച്ച എണ്ണമയം കൊടുത്തിട്ട് പാറ്റയും കണ്ടുപിടിച്ച് ഹാക്കറാണ്. ഒരു സിനിമ
അതന്നെ അതുപോലത്തെ എന്ത് സ്കീമാണ് മറ്റേ പാറ്റേൺ മറ്റേ ഫിംഗർ പ്രിന്റ് സാധനമൊക്കെ തപ്പി പിടിക്കൂല അങ്ങനത്തെ പരിപാടിയാ. പിന്നെ വേറെ സാധനം വേറെ ഉണ്ട്. ആ മേട്ടൻ പറയും ഇങ്ങനെ, ഞാൻ നിന്റെ അടുത്ത് ആ ഒരു യുറേനിയം സാധനം എടുത്തോണ്ട് വരാനല്ലോ പറഞ്ഞ, നിങ്ങൾ എന്താ ട്രെയിൻ എത്തിയിട്ട്. പിന്നൊരു വേറെ സംഭവം ഉണ്ട് പ്രശാന്തിന്റെ, അതിവിടെ പറഞ്ഞേ പറ്റും. എന്തായിരുന്നു? എടാ നിന്നെ ഫോൺ വിളിച്ചിട്ടില്ല, അതാണ് ഞാൻ റഷ്യ. എന്നിട്ട് വേറെ സീനുണ്ട്, മോളെ തട്ടിക്കൊണ്ട് പോയിട്ട് എവിടെയാണ് സ്ഥലം ഒന്നും അറിയാമല്ല, ഒറ്റടിക്ക് റഷ്യയിൽ വന്നതാ. മോളെ തട്ടിക്കൊണ്ടുപോയി, ആൾക്കറിയില്ല. അവളെ തട്ടിക്കൊണ്ടുപോയ പുള്ളിക്ക് അറിയില്ല. പിന്നെ വിജയുടെ മോനെ തട്ടിക്കൊണ്ടുപോയ പുള്ളിക്ക് അറിയില്ല. ലോകത്തിലുള്ള എല്ലാവരും വിജയനെ രണ്ടാമത് കാണുമ്പോണ്ടല്ല മറ്റേ സീനില് ഏതാന്നറിയോ? എടാ മറ്റേത് അവനാണോ വെറും നിസ്സാരം, നാളെ തന്നെ അവനെ കണ്ടു നമ്മുടെ കൂട്ടിലേക്ക് സ്ലോ മോഷനൊക്കെ കിടക്കണം പ്രശാന്ത്. എന്ത് വേട് പടോള് എന്റെ പൊന്നെ. അല്ല എന്തിനാ റഷ്യ പോയി? റഷ്യയില് ഇതിന് ജയറാമേട്ടൻ പറഞ്ഞിട്ട് എന്തിനാണ് പോയി? അല്ല റഷ്യയിലല്ല എന്തോ ഇതുണ്ടെന്ന് പറഞ്ഞിട്ട് പ്രഭുദേവ പറഞ്ഞിട്ട് അയച്ചത് കൂടാൻ നേരത്ത്. പ്രഭുദേവ ബേക്കിട്ട് കൊടുത്താണ് മനസ്സിലായി. അജ്മല് വേറെ സീനുണ്ട്, ട്രെയിൻ അവിടെ നിന്ന് അകലെ പോണേ 80 തൊട്ട് സ്പീഡാന്നുണ്ട്. 1 മണിക്കൂർ ആ തോക്കും പിടിച്ചാ ട്രെയിൻ അപ്പുറത്ത് പോകേണ്ട സമയം കഴിഞ്ഞു. പുള്ളി എപ്പോഴാ റേഞ്ചിൽ തന്നെ നിൽക്കണേ. അതേ പുള്ളി ഏത് കാട്ടിപ്പോയിരുന്നാണ് വെടിവെക്കണേന്ന് അറിയില്ല. എവിടെയോ കടന്നു പുള്ളി നോക്കണുണ്ട്. പിന്നെ വേറെ എന്താ ടിസ്റ്റുകൾ ഇങ്ങനെ വന്നോണ്ടിരിക്കും. എവിടെയൊക്കെ ടിസ്റ്റുകളെന്ന് പറഞ്ഞല്ലേ, ഇത് സെക്കൻഡ് പാർട്ട് വേണം, അതിനുവേണ്ടി ഒരു ടിസ്റ്റുകൾ ഇങ്ങനെ വെച്ചോണ്ടിരിക്കണം. പിന്നെ മറ്റേ സ്നേഹക്കൊക്കെ എന്താണ് നായികമാരൊക്കെ ഉള്ള കാര്യം പറഞ്ഞു. സ്നേഹം കുറച്ച് കഴിയുമ്പോൾ ഓർക്കൂല അമ്മ. ആദ്യം കഴിഞ്ഞാൽ പിന്നെ മറ്റോളും പോയി. അതങ്ങനെ പോയി, അതില്ലാണ്ടായി അങ്ങനെ പറഞ്ഞാൽ അത് വിജയ്ക്ക് മാത്രം കിട്ടുന്നൊരു സിനിമ കിട്ടുന്നൊരു ഭാഗ്യമാണ്. വിജയ്ക്ക് പ്രണയിക്കാൻ വേണ്ടി ഈ നായിക 25 കൊല്ലം കാത്തിരിക്കും. കാരണം ഇത്രയും ലുക്കുള്ള ഇത്രയും സൗന്ദര്യമുള്ള നായിക വിജയ് റഷ്യന്ന് വരുന്നവരെ കാത്തിരുന്നു. അതാണ്. പിന്നെ വേറെ സംഭവമുണ്ട്, ഇവൻ അച്ഛനെ ഓർമ്മയില്ല, കുടുംബത്തെ ഓർമ്മയില്ല. പണ്ട് ഒക്കെ ചെറുപ്പത്തിലെ ഫ്ലൈയിങ് കിസ് കിട്ടത് ഓർമ്മയുണ്ട്. മറ്റേ പറയില്ല അത് തന്നെ. പിന്നെ അത് കഴിയുമ്പോ ഒരു സെറ്റാണ്. അത് വിജയണ്ണന് മാത്രം കിട്ടുന്നൊരു ഭാഗ്യമാണ്. ഇത് പെണ്ണിപ്പ തുപ്പാക്കിൽ കാജർ വഴി. പിന്നെ മറ്റേ വാരിശ്രീദേവി ഇങ്ങനെയാണ് ക്യൂട്ട്നെസ് ഇതിങ്ങനെയാണ്. അപ്പൊ തന്നെ വീഴണേ. ഇവിടെ പുറകെ നടക്കാൻ പെണ്ണുങ്ങളുണ്ട്. ഇതാണ്